അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ 20-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല അടുത്തൊരു വൃക്ഷത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈനാ തംബുതു ബിദ്ദുഹ്നി വസ്ബിഗിൽ ആഖിലീൻ. തൂരിസീന പർവ്വതത്തിൻ്റെ താഴ്ഭാഗങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു വൃക്ഷം, അത് മുഴുവൻ മുഫസ്സിരീങ്ങളും സൈത്തൂൻ അഥവാ ഒലീവാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത തംബുത്തു ബിദ്ദുഹ്നി, അത് നമുക്ക് ശുദ്ധമായ എണ്ണ നൽകുന്നു. വസ്ബിഗിൽ ആഖിലീൻ, അത് ഭക്ഷ്യയോഗ്യവുമാണ് അഥവാ കറിയായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു കസീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത്, കുലുസൈത്ത വദ്ഹനു ബിഹി ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക. നിങ്ങൾ ഒലീവ് മരത്തിൻ്റെ ആ നീര്, അതിൻ്റെ എണ്ണ, അത് നിങ്ങൾ കഴിക്കണം. വദ്ഹനു ബിഹി, അതുകൊണ്ട് നിങ്ങൾ എണ്ണയുടെ ഉപയോഗങ്ങളും എടുക്കണം. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, അത് അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ ഉൾപ്പെട്ടതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതേ ആ കാര്യം തന്നെ സൂറത്തുൻ നൂർ 35-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പ്രതിപാദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് കാണാം, യൂഖദു മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ സൈത്തൂന. സൈത്തൂൻ എന്ന അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്ന് കത്തിക്കപ്പെടുന്ന എണ്ണ, അഥവാ ഒരു വിളക്ക് കത്തിക്കുന്നതിന് എണ്ണ ആവശ്യമാണ്. ആ എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ സൈത്തൂന, ഒലീവ് മരമാകുന്ന അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്നാണ് എന്ന് സൂറത്തു നൂറിൽ അള്ളാഹു പറയുന്നു. അപ്പോൾ ഖുർആനിൽ പരാമർശിക്കുന്ന ഒരു വൃക്ഷമാണ് സൈത്തൂൻ അഥവാ ഒലീവ് മരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.